മച്ചിപ്ലാവ് അസീസി പള്ളിക്ക് സമീപത്തു നിന്നും തിരിയുന്ന അടിമാലി കൊരങ്ങാട്ടി മാങ്കുളം റോഡിൽ ചെങ്കുത്തായ ഇറക്കവും കൊടുംവളവും നിറഞ്ഞയിടങ്ങളിൽ സൂചനാ ബോർഡുകളും ക്രാഷ് ബാരിയറിന്റെയും അഭാവം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പരാതി. ചാറ്റുപാറക്കുടിക്ക് സമീപമുള്ള അപകടം നിറഞ്ഞ വളവിൽ റിബൺ കെട്ടി മാത്രം സംരക്ഷണം ഒരുക്കിയിട്ടുള്ള സ്ഥിതിയാണ്. ഈ പാതയിലൂടെ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് മാങ്കുളം, ആനക്കുളം, മാങ്കുളം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. ബന്ധപ്പെട്ടവർക്ക് നിരവധി പരാതികൾ സമർപ്പിച്ചിട്ടും നടപടിയില്ലെന്നും ആക്ഷേപമുയരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മച്ചിപ്ലാവ് അസീസി പള്ളിക്ക് സമീപത്തു നിന്ന് തിരിയുന്ന അടിമാലി കൊരങ്ങാട്ടി മാങ്കുളം റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ചെങ്കുത്തായി ഇറക്കവും കൊടുംവളവും നിറഞ്ഞ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ക്രാഷ് ബാരിയറോ മിററോ സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പരാതി. നിലവിൽ റോഡിന്റെ ടാറിംഗ് അടക്കം കഴിഞ്ഞ് പുതിയ വഴി വന്നതോടെ അടിമാലി കൊരങ്ങാട്ടി മാങ്കുളം റോഡ് വഴി നിരവധി വിനോദസഞ്ചാരികളാണ് യാത്ര ചെയ്യുന്നത്. എറണാകുളത്ത് നിന്നും കോതമംഗലത്ത് നിന്നടക്കം നിരവധി പേർ ഇതുവഴി മാങ്കുളം, ആനക്കുളം, മാങ്കുളം വഴി മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് പോകുന്നു. ഈ പാതയിൽ ചാറ്റുപാറക്കുടിക്ക് സമീപമുള്ള ചെങ്കുത്തായ ഇറക്കത്തോടുകൂടിയ കൊടുംവളവിൽ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ട്രാവലർ മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. മഴക്കാലം അടുക്കുന്നതോടെ അപകടത്തിന്റെ തോത് വർദ്ധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. അപകട സാധ്യത നിറഞ്ഞയിടങ്ങളിൽ കൃത്യമായി ക്രാഷ് ബാരിയറും മുന്നറിയിപ്പ് ബോർഡും മിററുമടക്കം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. അടിമാലിയിൽ നിന്ന് കൊരങ്ങാട്ടി വഴി മാങ്കുളത്തേക്കുള്ള പുതിയ വഴി ടാർ ചെയ്ത് അത് റബ്ബറൈസർ ഗതാഗത യോഗ്യമാക്കിയതിന് ശേഷം വിനോദസഞ്ചാരികൾ മുഴുവൻ കടന്നു പോകുന്നൊരു വഴിയായിരുന്നു. കോതമംഗലത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ വരുന്ന വിനോദസഞ്ചാരികൾ മൂന്നാർ പോകുന്നതും ആനക്കുളം പോകുന്നതും മാങ്കുളം പോകുന്നതും മുഴുവൻ ഈ കൊരങ്ങാട്ടി, ചാറ്റുപാറ, മച്ചിപ്ലാവ്, ചാറ്റുപാറക്കുടി, കൊരങ്ങാട്ടി, പിന്നെ മാങ്കുളം ഇതുവഴിയാണ് പീച്ചാട് വഴി, കുരിശുപാറ, അങ്ങനെയാണ് ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വഴി സംബന്ധിച്ച് PWD ഇതുവരെ ഒരു സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയോ അപകടങ്ങളുള്ള ഭാഗങ്ങൾ ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വൈകുന്നേരം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആളുകൾ റോഡുകളിലൊന്നും കാണത്തില്ല. അപകടങ്ങളുണ്ടായാൽ അത് ഗുരുതരമായ രീതിയിലോട്ടുള്ള ആയിത്തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കാണണമെന്നൊരു ആഗ്രഹം നാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ട്. രാത്രികാലങ്ങളിലും മറ്റും വഴിപരിചയമില്ലാതെ എത്തുന്നവർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതും പതിവാണ്. അപകടം നിറഞ്ഞയിടങ്ങളിൽ റിബൺ മാത്രം കെട്ടിയിരിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. ഈ ഭാഗത്ത് കൃത്യമായി സംരക്ഷണ വേലി തീർക്കണമെന്നാണ് ആവശ്യം. ഒത്തിരി വണ്ടി അപകടം ഇതിൽ നടന്നു പോയെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരോടും ഇതിനുള്ള ആളുകളോടും പറഞ്ഞാൽ ഇന്നും ഒരു വലിയൊരു ഇതില്ലാത്തൊരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഈ വീടിൻ്റെ അടുത്തുള്ള വളവ്. പല വണ്ടി ഇവിടെ വന്ന് ഒരു അപകടമാകുമ്പോൾ ഇവിടെ ഓടിയെത്തുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ പണിമെനക്കെട്ട് ഇയാളെ രക്ഷപ്പെടുത്തുവാനും എല്ലാം ചെയ്യുന്നൊരു പരിപാടി ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഉള്ള നേതാക്കന്മാരെല്ലാം എന്തെങ്കിലും ഒരു സൈഡ് കെട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് ഇവിടെ തരണമെന്ന് മാത്രമാണ്. നിരവധി തവണ ബന്ധപ്പെട്ടവരോട് റോഡിന്റെ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നുമാണ് ഇവരുടെ ആരോപണം. അടിയന്തരമായി അപകടം നിറഞ്ഞയിടങ്ങളിൽ കൃത്യമായ സൂചനാ ബോർഡ്, മിറർ, ക്രാഷ് ബാരിയർ എന്നിവ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.